അജ്ഞാത ദേവൻ, അൺനോൺ ഗോഡ്. അത് അത്തൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൗലോസ് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തികളുടെ ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ അവർ പല ദേവന്മാരെ ആരാധിക്കുന്നതിൻ്റെ കൂടെ ഒരു അൾത്താര ഉണ്ടായിരുന്നു. അതിൽ എഴുതിയത് എന്താണ്? അജ്ഞാത ദേവന് വേണ്ടി എന്നുള്ളത്. അപ്പോൾ അവർക്ക് അറിയാത്ത ഒരു ദേവനെ അവർ ആരാധിച്ചിരുന്നു. ഇന്ന് പല ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുന്ന വ്യക്തികളും അവനെ അറിയുന്നില്ല. ശരിക്കും യേശു ക്രിസ്തു എന്ന ചരിത്രത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാം, പക്ഷെ അവനെ അവരുടെ സ്വന്തം രക്ഷകനായിട്ട്, അവരുടെ നാഥനും അവരുടെ എല്ലാമായിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു അറിവില്ല. അപ്പോൾ ഇന്ന് പല വ്യക്തികളും ക്രിസ്ത്യാനി എന്ന് പറയുന്നവരും അവരാരാധിക്കുന്നത് ഒരു അജ്ഞാത ദൈവത്തെയാണ്, ആൻ അൺനോൺ ഗോഡ്. അങ്ങനത്തെയുള്ള ദൈവത്തിൻ്റെ ആരാധന ഒരിക്കലും ദൈവത്തിന് സ്വീകാര്യമല്ല. നമുക്കറിയാം ദൈവം നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് എന്തിനാണെന്നുള്ളത്. 1 പത്രോസ് 2-9 നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയായിരുന്നു നമ്മൾ, എങ്ങോട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ദൈവം തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഒന്ന് വായിക്കേ. 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, യു ആർ എ ചോസൻ ജനറേഷൻ. 4 വിശേഷങ്ങൾ പറയുന്നുണ്ട്. വി ആർ എ ചോസൻ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. അപ്പോൾ നമുക്ക് 4 വിശേഷമുള്ളപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്തിനാണ്? ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ പ്രഘോഷിക്കുവാൻ, ടു പ്രൊക്ലെയിം ഹിസ് പ്രൈസസ്. ഒന്ന് വായിച്ചേ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. പിന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ദൈവം ചില ക്വാളിഫിക്കേഷൻസ് തന്നിട്ടുണ്ട്. വി ആർ എ ചോസൻ ജനറേഷൻ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്, അല്ലേ? എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഒരു രാജകീയ പുരോഹിത ഗണമാണ്. പിന്നെ വി ആർ എ ഹോളി നേഷൻ, ഒരു വിശുദ്ധ ജനമാണ്. പിന്നെ അവൻ്റെ സ്വന്തം ജനമാണ്, ഹിസ് ഓൺ. ഇംഗ്ലീഷിൽ പറയുന്നത് സ്പെഷ്യൽ പീപ്പിൾ എന്നാ. ഹിസ് ഓൺ പീപ്പിൾ മാത്രമല്ല, അവൻ്റെ സ്പെഷ്യൽ പ്രത്യേക ജനമാണ്. ഓ ഹല്ലേലൂയ! എന്തൊരു പ്രിവിലേജാണ്, എന്തൊരു അഭിമാനമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്നത്. അത് വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ അന്ധകാരത്തിലായിരുന്നു. ഇവിടെ ആരൊക്കെ അന്ധകാരത്തിലായിരുന്നു പണ്ട്? നമ്മളെല്ലാവരും ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലാണ്. എന്തുകൊണ്ട്? നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അല്ലേ? അല്ല, അവൻ്റെ കൃപയാൽ മാത്രം നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണ്? വെറുതെ കുത്തിയിരിക്കാനാണോ? അല്ല, അവൻ്റെ നന്മകളെ പ്രഘോഷിക്കാൻ, ടു പ്രൊക്ലെയിം, ടു പ്രൈസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കാരണം അവർ പറയുന്നുണ്ട്, 10ാമത്തെ വചനം പറയുന്നുണ്ട്, who were once not a people but are now the people of God, who had not obtained mercy but now have obtained mercy. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടത്താലാണ് ദൈവം നമ്മളെ സ്വന്തം ജനമാക്കിയത്. ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടത്താലാണ് ദൈവത്തിൻ്റെ കരുണയും അനുകമ്പയും എല്ലാം നമ്മളുടെ മുകളിൽ ചൊരിഞ്ഞത്. അത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അതിനുപരി ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞ കൃപ. എനിക്ക് നിന്റെ കൃപ മതി എന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ! അതിലപ്പുറം ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ കൃപയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യം ചെയ്യുവാനാണ്. ദൈവത്തിൻ്റെ നമുക്കറിയാം, റോമൻസ് പലപ്പോഴും ഇവിടെ കേട്ടിട്ടുള്ള റോമൻസ് 9-15-16 വചനങ്ങളിൽ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അനുകമ്പവും അത് നമ്മൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നതാണ്. എനിക്ക് ദയവുള്ളവരുടെ മേൽ എനിക്ക് ദയവുണ്ടാവും, എനിക്ക് അനുകമ്പയുള്ളവരുടെ മുകളിൽ എനിക്ക് അനുകമ്പ ഉണ്ടാവുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, who were once not a people but are now the people of God, who had not obtained mercy but now have obtained mercy. ആ കൃപയും കാരുണ്യവും എല്ലാം ദൈവം ദാനമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നതാണ്. ദാനമായിട്ട് തരുന്ന ദാനമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൾ നീട്ടി അത് സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോഴാണ് ദാനമാകുന്നത്. അത് സ്വീകരിക്കുമ്പോഴാണ് ദാനം ആകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ വ്യക്തിപരം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല, അതിനുപരി ഒരു ബന്ധം സ്ഥാപിക്കുവാനാണ്. ആ ബന്ധം സ്ഥാപിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് നമ്മുടെ സ്വന്തം മനസ്സ് എടുത്ത് നമ്മൾ ആ ബന്ധത്തിലേക്ക് നമ്മൾ ചേരുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമ്മളൊന്ന് എഫിഷ്യൻസി 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, മലയാളത്തിൽ നല്ലതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞത്, യു ആർ മൈ പർച്ചേസ്ഡ് പൊസഷൻ. ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച എൻ്റെ സ്വത്താണെന്നാണ് പറയുന്നത്. വിലയ്ക്ക് വാങ്ങിച്ചത്. നമുക്കറിയാം എന്ത് വിലയാണ് കൊടുത്തത്? വെള്ളിയോ സ്വർണ്ണമോ കൊടുത്താണോ? അല്ല, തിരു രക്തം കൊടുത്താണ്. The blood of the Lamb of God was shed and paid us a price. I am a purchased possession. ഒന്ന് പറഞ്ഞേ, I am a purchased possession. വിലയ്ക്ക് വാങ്ങിക്കുക ദൈവത്തിൻ്റെ വസ്തു സ്വന്തമാണെന്നുള്ളത്. അതുപോലെ തന്നെ സങ്കീർത്തനം 135-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്ന, യു ആർ എ സ്പെഷ്യൽ ട്രഷർ. ഒരു നിധി മാത്രമല്ല, ഒരു പ്രത്യേക നിധിയാണ് പറയുന്നത്. ഹല്ലേലൂയ! ഒരു പ്രത്യേക നിധി. ഒന്ന് പറഞ്ഞേ, ഞാനൊരു പ്രത്യേക നിധിയാണ്.
ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ അത്ര വിലപിടിപ്പുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ട്? ആ കൊടുത്ത വില വളരെ വിലപിടിപ്പുള്ളതാണ്. ആ കൊടുത്ത വില എന്താണ്? യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തമാണ്. ആ പിതാവിന് പുത്രന്റെ രക്തം വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ ആ രക്തം കൊടുത്ത് വാങ്ങിച്ചതും വിലപിടിപ്പ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിലപിടിപ്പുള്ളതാണ്. മനുഷ്യൻ നമ്മളെ വിലയില്ലാതെ കരുതുമായിരിക്കും. ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഗുഡ് ഫോർ നത്തിങ് അല്ല, വി ആർ വെരി വെരി പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ഓരോ വ്യക്തിയും പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ളതാണ്. കാരണം കൊടുത്ത വില വളരെ വിലപിടിപ്പുള്ളതാണ്. ഹല്ലേലൂയ. അത് തന്നെ നമുക്ക് ഇന്ന് സന്തോഷം കാണാം. മനുഷ്യനെ അവഗണിച്ച് മനുഷ്യനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പിതാവ്, സ്വർഗത്തിലുള്ള പിതാവ് എന്നെ വിലപിടിപ്പുള്ളതിനാണ് കണക്കാക്കുന്നത്. ഐ ആം വാല്യുബിൾ ഇൻ ഹിസ് സൈറ്റ്. അപ്പം മനുഷ്യൻ്റെ പ്രീതി അല്ല ഞാൻ തേടുന്നത്, ഞാൻ തേടുന്ന സ്വർഗത്തിലുള്ള പിതാവിൻ്റെ. അതാണ് ശാശ്വതമായത്. ഇതൊക്കെ താൽക്കാലികമായ എപ്രൂവലാണ്. ഇന്ന് എന്നെ നല്ലവനെന്ന് പറയും, നാളെ എന്നെ ചീത്തയെന്ന് പറയും. ഇന്ന് എന്നെ നല്ല ഒരു ഉന്നത സ്ഥാനത്ത് നിർത്തി നാളെ എന്നെ ചവിട്ടി താഴെയാക്കും. പക്ഷെ എൻ്റെ പിതാവായ ദൈവം അത് ചെയ്യുകയില്ല. കാരണം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചത് സ്വന്തം മകൻ്റെ രക്തം കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് വേണ്ടത് നമ്മൾ വേണ്ട ഒരു വ്യക്തിപരമായ സ്നേഹബന്ധമാണ്. പ്രിയപ്പെട്ടത്, സ്വന്തമാക്കണം. അതാണ് പിതാവിൻ്റെ ആഗ്രഹം. എന്നാണ് നിങ്ങൾ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു വഴി സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് വളരെ എളുപ്പമാണ് ആ സ്വന്തമാക്കുന്ന ആ ക്രിയ പൂർത്തീകരിക്കണമെന്ന്. നമ്മൾ രണ്ട് കാര്യം ചെയ്താൽ മതി. റോമാർക്കുള്ള ലേഖനം നമ്മൾ ഇന്ന് വചനത്തോട് മനസ്സിലാക്കുന്ന ഇതാണ്, ഒരു മതവും ഒരു ബന്ധവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു വന്നതൊരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ആ ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന് പറയുന്നത് റോമാക്കാരുടെ 10-9 വചനം പറയുന്നത് എന്താണ്? That if you confess with your lips that Jesus Christ is Lord and believe in your heart that God raised him from the dead, you will be saved. ഒന്ന് വായിച്ചേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ട്? കാരണം 10 വചനം പറയുന്നത്, for with the heart one believes unto righteousness and with the mouth confession is made unto salvation. കാരണം അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ നീതി, യേശുവിൻ്റെ നീതിയെക്കുറിച്ച് ഞാൻ അംഗീകരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നീതി അല്ലാതെ എൻ്റെ നീതി വഴി എനിക്ക് രക്ഷ കിട്ടുകയില്ല. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എന്നെ സ്വന്തം നീതീകരിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം 1 കൊരിന്ത്യർ 2 അധ്യായം 2 കൊരിന്ത്യർ 5 അധ്യായം 21 വചനത്തിൽ പറയുന്നത്, പാപം അറിയാത്തവനെ പാപമാക്കി എന്തിനു വേണ്ടി? നമ്മൾ ദൈവത്തിൻ്റെ നീതിയാകുവാൻ, അവനിലൂടെ ദൈവത്തിൻ്റെ നീതിയാകും. സോ ദാറ്റ് വി മസ്റ്റ് ബിക്കം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം. അപ്പോൾ ആ നീതിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുക വേണം. അതുമാത്രമല്ല, ഞാൻ എൻ്റെ അതരം കൊണ്ട് ഏറ്റു പറയണം, അത് യേശു ക്രിസ്തുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ ജീവൻ നയിക്കുന്നത്, എൻ്റെ ജീവൻ മുഴുവൻ അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? യേശു ക്രിസ്തു എന്ന് ഏറ്റു പറയുകയും ആ യേശു ക്രിസ്തു വഴി മാത്രമേ എനിക്ക് പിതാവായ ദൈവത്തിൻ്റെ നീതീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ ഏറ്റു പറഞ്ഞ് അംഗീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? രക്ഷ സംഭവിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകും. പിന്നെ നമുക്കറിയാം, അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം യേശുക്രിസ്തു നിക്കോഡേമസിന്, ഇന്ന് ബ്രദർ ജോസിൻ്റെ രാവിലത്തെ ടോക്കിൽ ഇത് തന്നെയായിരുന്നു അല്ലേ, വീണ്ടും ജനനത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. കാരണം പലപ്പോഴും ദൈവത്തെ ആത്മാവ് വർക്ക് ചെയ്യുന്നത് പലയിടങ്ങളിൽ നിന്നും സഹോദരങ്ങൾ ഒരേ ആത്മാവിലുള്ളവർ ഒരേ വചനം പങ്കുവയ്ക്കും ഒരേ ദിവസം. അത് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3 വചനം പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെയാണ് വീണ്ടും ജനിക്കാതെ? നിങ്ങൾ ഒന്ന് പറഞ്ഞേ, വായിച്ചേ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. 5 വചനം പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ നിക്കോഡേമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വിശേഷം എന്തായിരുന്നു? അയാൾ യേശുക്രിസ്തു രക്ഷകനും നാഥനുമാണെന്നൊക്കെ അറിയുകയും ചെയ്യാം, അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പുറന്ന് മനുഷ്യരുടെ പ്രീതി തേടുന്നത് കൊണ്ട് പുറന്ന് ഓപ്പണായിട്ട് യേശുക്രിസ്തുവിനെ കാണുവാൻ പോലും അവന് സാധ്യതയില്ലായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, സത്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി വളരെ 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 വ്യക്തികളും ദൈവത്തിൻ്റെ സത്യവചനം കേട്ടിട്ട് അവർക്ക് പറയുന്ന വചനങ്ങൾ സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്ക് ഭയം കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭയത്തിൻ്റെ മുഖം തകർന്നു പോകണമെന്ന്. ഓ ഹല്ലേലൂയ. കാരണം ആ ഭയമാണ് അവരെ രക്ഷയിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത്. കാരണം മനുഷ്യരെന്ന് പറയും, സമൂഹം എന്ന് പറയും, വീട്ടുകാരെന്ന് പറയും, നാട്ടുകാരെന്ന് പറയും, കൂട്ടുകാരെന്ന് പറയും എന്നുള്ളതിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടാണ് അവർ പുറത്ത് വന്നിട്ട് ഓപ്പണായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നത്. പറയുന്നത് സത്യമാണെന്നറിയാം. കാരണം
കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സത്യവചനം അവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് എതിരായിട്ട് ഒന്നും പറയുവാൻ കാണുകയില്ല. അവൾ ചിരിക്കും. കാരണം എന്താണ്? അവർ പറയുന്നത് ശരിയാണെന്നറിയാം. ചിരിക്കുന്നതാണ് ഒരു കള്ളച്ചിരി. കാരണം അവർ അംഗീകരിക്കുന്നില്ല, പക്ഷെ പറയുന്നത് ശരിയാണെന്നറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഭയം എന്നുള്ള ആ ദുരാത്മാവാണ് ഇന്ന് വളരെയധികം ജനങ്ങളെ യേശു ക്രിസ്തുവിൽ നിന്ന് അകത്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക വിഷയം ഇതാണ്: ഭയത്തിന്റെ ആത്മാവിനെ, ആ നുഖത്തിനെ തകർക്കണമെന്നുള്ളത്. ആരൊക്കെ പ്രാർത്ഥിക്കും? ഓ ഹല്ലേലൂയ! ഇന്ന് അതാണ് പ്രിയപ്പെട്ടവരെ. അവർ വ്യക്തിപരമായ മോശം ആൾക്കാരായതുകൊണ്ടല്ല, പക്ഷെ ഭയം എന്ന് പറയുന്ന ആ ദുരാത്മാവ് അവരെ ബോണ്ടേജ് ഓഫ് ഫിയർ. ഹല്ലേലൂയ! അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിക്കോദേമസിന് നമുക്കറിയാമല്ലോ, ഇന്ന് കേട്ടല്ലോ, അയാൾ 2 പ്രാവശ്യം യേശുവിനെ കണ്ടുള്ളൂ. ഒന്ന് രാത്രി വന്നു, ഒന്ന് പിന്നെ യേശുവിനെ ആ സംസ്കാര കർമ്മത്തിൽ. കാരണം അയാൾ നല്ല മനുഷ്യനായിരുന്നു, യേശുവിനെ സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു. ഇന്ന് പല വ്യക്തികളും പറയും, നിങ്ങളോട് പറയും, എന്നോടും പറയും, നിങ്ങൾ ആരാധിക്കുന്ന യേശുവിനെ തന്നെയാണ് ഞാനും ആരാധിക്കുന്നത്. പക്ഷെ ആ യേശു പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അനുസരിക്കാൻ അവർ തയ്യാറല്ല. യേശുവിനെ രക്ഷകനാഥനായിട്ട് തുറന്നു പറയുവാൻ തയ്യാറല്ല. യേശു പറഞ്ഞിരിക്കുന്നതെല്ലാം ചെയ്യുവാൻ തയ്യാറല്ല. യേശു ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും തയ്യാറല്ല. ഇതാണ് സത്യം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയ സത്യം ഇതാണ്: ആ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ആവണമെന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു പറഞ്ഞാൽ നീ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മരണം സംഭവിക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ, കാരണം യേശു ക്രിസ്തു എൻ്റെ സഹോദരനാണ്, പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളും ഞാൻ ചെയ്യണം. യേശു ക്രിസ്തു മരിച്ചു, ഞാനും മരിക്കണം. ഞാൻ മരിക്കാതെ എനിക്കൊരു പുനർജീവനം ഉണ്ടാകുകയില്ല, എനിക്ക് വീണ്ടും ജനിക്കാൻ പറ്റുകയില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. കാരണം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനം, റോമർക്ക് ലേഖനം 8:6 അധ്യായം 5 വചനം പറയുന്നുണ്ട്: ഇഫ് യു ആർ യുണൈറ്റഡ് ടു ഹിം ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് ഡെത്ത്, യു ഷാൽ ബി ഓൾസോ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് റെസറക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ച് സിസ്റ്ററെ. ചില പെട്ടെന്ന് തീർക്കണം, ഈ മെസ്സേജ് ഇന്ന് തീർക്കണം. നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അത് നല്ലൊരു വാർത്തയാണോ? ഞാൻ ക്രിസ്തുവിനോട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് ജീവിക്കും എന്നുള്ള നല്ല വാർത്തയാണോ? നല്ലതാണെന്ന് തോന്നുന്നവരൊന്ന് കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ! അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടി മരിക്കുമ്പോഴാണ് നിക്കോദേമസിന് പറഞ്ഞ പോലെ നീ വീണ്ടും ജനിച്ചാൽ മാത്രമേ നീ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയോ കാണുകയോ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടി ഞാൻ മരിക്കണം. പിന്നെ അങ്ങനെ ആ മരണാവസ്ഥയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സംഭവിക്കേണ്ടത്. ഗലാത്യർക്ക് 2 അധ്യായം 20 വചനത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്: I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life I now live in the flesh, I live by this faith in the Son of God, and because he loves me and has gave himself for me എന്നുള്ള ആ അറിവിൻ്റെ ശക്തിയാലാണ് എനിക്കൊരു മരണം സംഭവിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു ജീവനിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് വായിച്ചേ: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ശക്തിയിൽ പങ്കാളിത്തം ഉണ്ടാകുവാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതുകൊണ്ട് നമ്മൾ പുനർജനിച്ച് അല്ലെങ്കിൽ ബോൺ അഗെയിൻ ആയിട്ടുള്ള വ്യക്തികളുടെ വിശേഷം എന്താണ്? അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ചിന്തകളെല്ലാം യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലെയും യേശുക്രിസ്തു ചിന്തിക്കുന്നത് പോലെയും എല്ലാമായിരിക്കും. ഇറ്റ് വിൽ ബി ക്രൈസ്റ്റ് ഇൻ മീ. ഇൻ ക്രൈസ്റ്റ് നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തു ആയിരിക്കും നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോഴാണ് യേശു ക്രിസ്തു കർത്താവാണ് എന്ന് നമുക്ക് അതരം കൊണ്ട് ഏറ്റു പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് റോമർക്ക് ലേഖനം 1 അധ്യായം 17 വചനം വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ഒരു നീതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നീതിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ ആ സുവിശേഷത്തെ ലജ്ജിക്കുകയില്ല. ഒന്ന് വായിച്ചേ: അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്നും എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. നീതിമാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവൻ സൈറ്റ് കൊണ്ടല്ല, വിശ്വാസം. സൈറ്റ് എന്താ പറയുന്നത്? അവൻ കാഴ്ച കൊണ്ടല്ല, പക്ഷെ അവൻ വിശ്വാസത്തിലാണ്. So he grows from faith unto faith. There is a growth, there is a maturity that comes in his life. അതെങ്ങനെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ പൂർത്തീകരിക്കുന്നത് കണ്ട് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അങ്ങനെ ആ ഒരു അനുഭവമുള്ള വ്യക്തിക്കാണ് റോമൻസ് 1:16 പറയാൻ പറ്റുക: I am not ashamed of the gospel of Christ, because it is the power of God unto salvation എന്ന് പറയുവാൻ പറ്റുക. ഒന്ന് വായിച്ചേ 16. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ യഹൂദരും ഗ്രീക്ക് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ തരം ആൾക്കാരെയും
ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരെയും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ആ ശക്തി എന്താണ്? സുവിശേഷം, ദ ഗുഡ് ന്യൂസ് ഓഫ് ദ സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആ നീതിയെ മനസ്സിലാക്കുകയും അത് അനുഭവിക്കുക, അത് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ റീമ പവർ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടു തോമസ് ബ്രദർ പറയുന്നത് അല്ലേ, ദ ലോഗോസ് ഉണ്ടും റീമയുണ്ട്. ലോഗോസ് എന്ന് പറയുന്നത് അച്ചടിച്ച വചനം, റീമ എന്ന് പറയുന്നത് ഇസ് ദ പവർ. കാരണം നമുക്കറിയാം എഫീഷ്യൻസ് 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം പറയുന്നില്ലേ, അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്ക്സ് ഇൻ us അല്ലേ, ഐ ആം ഏബിൾ ടു and to whom who is able to do exceedingly abundantly much more than you can ask or think, according to the power that works in us. That power is the rhema power. Is the rhema power that works in us. അത് നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. യേശു ക്രിസ്തു എന്തിനാണ് എനിക്ക് വേണ്ടി മരിച്ചത് എന്നുള്ളത്. ഇവിടെ വന്നിട്ട് എന്നെ ഒരു സഭയിൽ ഒരു മതത്തിൽ ചേർക്കാനല്ല യേശു ക്രിസ്തു മരിച്ചത്, എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. എന്നെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ ഒരു മതത്തിൽ ഞാൻ കെട്ടിയിടാനല്ല, നാശത്തേക്ക് കൊണ്ടുപോകാനല്ല, അതിനുപരി നിത്യജീവനിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്ത് സിമ്പിളാണ്, പക്ഷേ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല പലർക്കും. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നുള്ള ആ വചനവും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല എന്നുള്ളതും സ്വീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല. കാരണം എന്താണ്? അവർക്ക് അതിലുള്ള റീമ പവർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വഴി ഞാനാണെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വഴി ഞാനാണെന്നുള്ള പോസിറ്റീവ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ എഗെയിൻസ്റ്റ് നെഗറ്റീവായി വരുന്നതിനെ ഞാൻ എങ്ങനെ നേരിടുന്നുള്ളത്. എൻ്റെ വഴികൾ, എൻ്റെ പല കാര്യങ്ങളിലും തടസ്സമുണ്ട്, വളരെ ബന്ധനങ്ങളുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അതിലൂടെയൊക്കെ ഒരു വഴിയായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വചനത്തൂടെ എനിക്ക് പോകുവാൻ പറ്റും എന്നുള്ളത്. ദാറ്റ് ഇസ് എ വേ. ഒരു വഴിയില്ല എന്ന് കാണുന്നിടത്ത് വഴി യേശു ക്രിസ്തു ഉണ്ടാക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ 37-ാമത്തെ വചനം പറയുന്ന, എൻ്റെ ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. ബട്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. കാരണം അവന് വഴി ഉണ്ടാക്കാൻ പറ്റുന്നവനാണ്, വഴിയും സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിന് ഓപ്പോസിറ്റ് എന്താണ്? നുണ. ആ നുണയനായ പിശാചിനെ ബന്ധനത്തിലിടുമ്പോൾ അവൻ്റെ സ്വഭാവം എന്താണ്? അവൻ വരുന്നതാണ് കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നാശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവൻ തരുവാൻ പറ്റുന്നതാണ് എൻ്റെ യേശുവിന്. ഹല്ലേലൂയ. എങ്ങനെയാണ്? ആ സത്യത്തിലൂടെ. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ 32-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, 32-ൽ പറയുന്നുണ്ട്, എങ്ങനെയാണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ എന്നെ ഇന്ന് ബന്ധിച്ച് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു മോചനം, ആ നുഖത്തിന് ഒരു തകർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആവുന്ന ആ സത്യത്തെ ഞാൻ അറിയണം. ഇതാണ് റീമ പവർ. അപ്പോൾ അത് നമുക്ക് ഏതാണ് നമ്മുടെ എതിര് വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടുവാനായിട്ടാണ് ദൈവം വചനം തന്നിരിക്കുന്നത്. ആ വചനത്തിന് പിന്നിലുള്ള ശക്തി, ആ ശക്തി എന്താണ്? ആ ദൈവത്തിൻ്റെ വാഗ്ദാനം. The promise of God, the covenant of God, that is a shakti. That is, it will be done. What God says, it will be done. Now, the heaven and earth will pass away, but my words will not pass away. Hallelujah. അപ്പോൾ അതാണ് ശക്തി. That is the power of God. കാരണം ഹെബ്രായരുടെ ലേഖനത്തിൽ പറയുന്നത്, he upholds everything by the word of his power. അല്ലേ? He upholds everything by the word of his power. Hebrews 1:3 ഒന്ന് വായിച്ചേ. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതാണ്, ദാറ്റ് ഇസ് എ പവർ ബിഹൈൻഡ് ദ വേർഡ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കണം. ആ സത്യം, വഴിയും സത്യവും ജീവൻ. ജീവനില്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം വലിയ സത്യം ഇതാണ്, യേശു ക്രിസ്തു വന്നത് ജീവൻ തരുവാൻ വേണ്ടിയാണ്, അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. ഹി ഹാസ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇസ് അബണ്ടൻസ്. അപ്പോൾ ഞാൻ ഒരു മരണാവസ്ഥയിലൂടെയാണ്, എനിക്കൊരു നിരാശാവസ്ഥയിലൂടെയാണ്, എനിക്ക് ഒരു വഴിയും കാണുന്നില്ല. ഇനി ചിലവരാണെങ്കിൽ വിചാരിക്കും ഇനി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് മെസ്സേജ് ആരെങ്കിലും കേൾക്കുക, നിങ്ങൾ ജീവനില്ല, നിങ്ങൾ മരിക്കാൻ പോകുക തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം വലിയ സത്യം, യേശു ക്രിസ്തു വന്നത് ജീവൻ തരുവാൻ കാണുക. കാരണം എന്താണ്? അവൻ തന്നെയാണ് ജീവൻ. അവനെ സ്വന്തമാക്കുമ്പോൾ നിങ്ങൾ ജീവനെ സ്വന്തമാക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൽ പ്രത്യാശ മാത്രമേ ഉള്ളൂ, നിരാശയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലുള്ള ശക്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. കാരണം ദൈവം മക്കളെ സ്വന്തമാക്കുവാനാണ് വന്നത്, ഇവിടെ മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു വന്നത് മക്കളെ സ്വന്തമാക്കുവാനാണ്. പിതാവിൻ്റെ ഭവനത്തേക്ക് കൊടുത്തിട്ട് എന്താ ദാനങ്ങൾ കൊടുക്കുവാനായിട്ട്, സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അല്ലേ? ഏത് പിതാവും മകളോട് ചോദിക്കല്ലേ, നിനക്ക് എന്താ വേണ്ടത്? സമ്പന്നനായ ഒരു അപ്പൻ എന്താ ചെയ്യുക? മകന് വേണ്ടതെല്ലാം കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ. കാരണം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് 4-ാമത്തെ അധ്യായം 19-ാമത്തെ പറഞ്ഞത്, മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ്. ഒന്ന് വായിച്ചിട്ട്, ഓ ഹല്ലേലൂയ. കാരണം എൻ്റെ ദൈവത്തിന് സമ്പന്നതയ്ക്ക് അളവില്ല. ഒന്ന് പറഞ്ഞേ, അളവില്ല. There is no boundaries for the abundance of my God.
and your God. Hallelujah. അത് വായിച്ചേ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു വന്നത് പ്രിയപ്പെട്ടവരെ ഈ ചെറിയൊരു മതം സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തു വന്നത് ഒരു ബന്ധം സ്ഥാപിക്കുവാനാണ്. കാരണം മതം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നിയമവും മതവും ഒരുമിച്ചാണ് പോകുന്നത്, അല്ലേ? മതം എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൽ കാണും മതത്തിന്റെ പേരും അതിന്റെ റൂൾസ്, റെഗുലേഷൻസ്, ബൈലോസ്, അല്ലേ? അതെല്ലാം അത് എന്താ പറയുന്നത്? ഡു ഡോണ്ട് അല്ലേ? യേശുക്രിസ്തു പറയുന്നത് സ്നേഹമാണ്. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ഡൺ എവറിത്തിങ്. ഇറ്റ്സ് ഡൺ. അതാണ് യേശുക്രിസ്തു ആ കുരിശ് പറഞ്ഞാൽ ഇറ്റ്സ് ഫിനിഷ്ഡ്. നീ ഒന്നും ചെയ്യണ്ട. ഫിനിഷ്ഡ് വർക്കിലോട്ട് നീ അങ്ങോട്ട് പ്രവേശിച്ചാൽ മതി. ഹല്ലേലൂയ. You walk into the finished work of Christ on the cross. അതാണ് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ല നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷാപ്രവൃത്തിയിൽ സഹായിക്കേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. നിങ്ങളുടെ സഹകരണം മാത്രം മതി. ബൈ ഓപ്പണിംഗ് യുവർ ഹാൻഡ്സ്, ബോത്ത് ഹാൻഡ്സ്, ആൻഡ് റിസീവിംഗ് ദ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ. അതാണ് പറയുന്നത് എഫീഷ്യൻസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ്. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം 16-17 വായിക്കാം. അവിടെ പറയുന്നുണ്ട് ഒരു നിയമത്തെക്കുറിച്ചും. മതം എന്ന് പറയുന്ന നിയമമാണ്. കാരണം മതത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അല്ലേ? ഞാനുണ്ടായിരുന്ന മതത്തിൽ അങ്ങനെയായിരുന്നു. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എല്ലാം. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ചാവദോഷം, പാപദോഷം, മറ്റേ ദോഷം. ചാവദോഷം ചെയ്താൽ താഴോട്ട് പോവും. എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. പറഞ്ഞത് സത്യമല്ലേ? ഹല്ലേലൂയ. ഉൽപ്പത്തി ഒന്ന് വായിച്ചു. ജെനസിസ് ഉൽപ്പത്തി 2:16-17. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവം ആയ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടെ നിന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, നന്മ തിന്മ എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ്. ഡു ഡോണ്ട്, അല്ലേ? നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്. നിയമം പറയുന്നത് ഡു ഡോണ്ട്. അപ്പോൾ ഡു ഡോണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മരണം സംഭവിക്കും. അതുപോലെ അപ്പോൾ തന്നെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ 22-ാമത്തെ വചനത്തിൽ അടി വായിച്ചാൽ മതി. അവിടെ ഒരു ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവൻ്റെ വൃക്ഷത്തിലെ കനി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. ഒന്ന് മതം എന്ന് പറയുന്ന നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷം. അതിലുള്ള കനി ഭക്ഷിച്ചാൽ സംഭവിക്കുന്നത് മരണമാണ്. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? ജീവൻ, നിത്യജീവനാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:11-12 വചനത്തിൽ പറയുന്നത്, ആ നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് ജീവനുണ്ട്. കാരണം അവൻ തന്നെയാണ് ജീവൻ. യേശു ക്രിസ്തുവാണ് ജീവൻ. ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 5:11-12. ഇതാണ് ആ സാക്ഷ്യം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. അല്ലാതെ പ്രവൃത്തിയിലല്ല, അല്ല നിയമത്തിലല്ല, ആചാരങ്ങളിലല്ല, അനുഷ്ഠാനങ്ങളിലല്ല, പാരമ്പര്യത്തിലല്ല. അവന്റെ പുത്രനിലാണ് ജീവൻ. അപ്പോൾ ജീവൻ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പുത്രനെ സ്വന്തമാക്കണം. ചെയ്യേണ്ട ആവശ്യമില്ല. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ആർക്കൊക്കെ ജീവൻ വേണം? യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മതി പ്രിയപ്പെട്ടു. യേശു ക്രിസ്തുവിനെ. നിയമമല്ല, പാരമ്പര്യമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, ഒന്നുമല്ല, മതമല്ല. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ ജീവനെ സ്വന്തമാക്കുകയാണ്. കാരണം നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നത് എന്താണ്? നിയമം ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യം ആര് വഴി നൽകപ്പെട്ടു? യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു. അപ്പോൾ നിയമം എന്താണ്? നിങ്ങളെ ശപിക്കും. നിയമം എന്താണ്? ശിക്ഷിക്കും. കൃപയും സത്യവും എന്താണ്? നിങ്ങളെ രക്ഷിക്കും. കൃപയും സത്യവും രക്ഷിക്കും. കാരണം രക്ഷകന്റെ പേരെന്താണ്? യേശു ക്രിസ്തു. അവൻ വഴിയാണ് ജീവൻ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്താണ്? നമ്മൾക്ക് അവനിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നമുക്ക് ഒരിക്കലും അവനിലേക്ക് പോകുവാൻ നമ്മളുടെ സ്വന്തം പ്രയത്നത്താൽ പറ്റുകയില്ല. കാരണം അവൻ ഇവിടെ വന്നത് ഒരു പ്രവൃത്തി ചെയ്യുവാനാണ്. എന്ത് പ്രവൃത്തിയാണ്? മത്തായിയുടെ ഗോസ്പലിൽ 1:21 പറയുന്നുണ്ട്, അവനെ ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തിനാണെന്നുള്ളത്. കന്യ ഒരു ശിശുവിനെ പ്രസവിക്കും. വായിച്ചോ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് യേശു ക്രിസ്തുവിനെ വിട്ടത്. യേശു ക്രിസ്തുവിന്റെ പേര് മഹേഷനോ ജഗദീശനോ സർവമ്പനോ മറ്റതും മറിച്ചൊന്നും അല്ല. യേശു ക്രിസ്തുവിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു. ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? അഭിഷേകൻ, anointed one, അഭിഷക്തൻ. ദി anointed one എന്നാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അവൻ്റെ പേര് യേശു എന്നാണ്, അല്ല വേറെ ഒന്നുമല്ല.
യേശു ക്രിസ്തു സർവശക്തനായിരിക്കും, ജഗദീശനായിരിക്കും, മഹേശ്വരൻ. അതൊക്കെ യേശുവിൻ്റെ വിശേഷമാണ്. അവൻ്റെ പേരെന്താണ്? യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ യേശുവിനെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കേണ്ടത്? യേശു ക്രിസ്തു എന്ന് വിളിക്കണം. അല്ലാതെ മഹേഷ, ജഗദീശ, മറ്റേശ, ഒന്നും പല ഭാഷയിൽ പല ഉണ്ടാവും. അതൊക്കെ വിശേഷങ്ങളായിരിക്കും. ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. അതൊക്കെ ആ ഭാഷയിൽ യേശു ദൈവത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും. പക്ഷെ അവൻ്റെ പേര് എന്താണ്? യേശു. ഇപ്പോൾ ജോർജ് നല്ല പ്രിൻ്റ് ചെയ്യാൻ നല്ല ആളായിരിക്കും. അപ്പോൾ ജോർജ് ഞാൻ മിസ്റ്റർ പ്രിൻ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? പ്രിൻ്റർ എന്ന് പറയുമോ? അല്ല മിസ്റ്റർ വക്കീൽ എന്ന് പറയുമോ? പാർസികളുടെ ഇടയിലുണ്ട് വക്കീൽ എന്നൊക്കെ. അത് പോട്ടെ, അത് പറയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ വിശേഷം ഉണ്ടായിരിക്കും, പക്ഷെ അയാളുടെ പേരതല്ല. അയാളുടെ ഒരു പേരുണ്ട്. അപ്പം നമ്മുടെ ദൈവം പുത്രനായ യേശു, ദൈവത്തിൻ്റെ പുത്രനായ ഏകജാതനായ യേശു, പുത്രൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ യേശു ക്രിസ്തുവിനെ വിട്ടതെന്നാണ്? പാപത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുവാനാണ്. അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ വന്നത് എന്തിനാണ്? നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇനി വരുന്നത് എന്തിനാണ്? നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്. ഇനി വരുന്നത് കൊണ്ടുപോകാനാണ്. ആരൊക്കെ ആ കൂടെ പോകും? ഹല്ലേലൂയ. ആർക്കൊക്കെ ചില കൈകൾ പൊങ്ങുന്നില്ല. പ്ലീസ് ലിഫ്റ്റ് യുവർ 2 കൈ ഉണ്ടെങ്കിൽ 2 കൈ പോക്കണം. ഹല്ലേലൂയ. വായിച്ചേ യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത്. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു ഇനിയും വരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് യേശു എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ അതിന് വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ മതം നമ്മളെ ആ രക്ഷ എന്ന് പറഞ്ഞ് ആ ബേർഡൻ നമ്മുടെ തലയിലാണ് ഇടുന്നത്. കൂട്ടിക്കൊണ്ടുപോകുമല്ല, നമ്മൾ തന്നെ വലിച്ചു കയറി പോകണം. ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്ക് എന്ന് പറയുന്നതില്ലേ, കയറി മോളി പോകണം എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ വരുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. നിങ്ങളെ ബോർഡിംഗ് ഹൗസിൽ നിന്ന് നിങ്ങളുടെ അപ്പൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വല്ല അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു അപ്പൻ്റെ കയ്യെ കയറി പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഹലോ, ബോർഡിംഗ് ഹൗസിൽ പഠിച്ചവരൊക്കെ അറിയാം. ഹോളിഡേയ്സിന് വീട്ടിൽ പോകുമ്പോൾ അപ്പൻ്റെ കയ്യെ കയറി പിടിച്ചാൽ മതി, അപ്പം വീട്ടിൽ കൊണ്ടുപോകും. നമ്മൾ വേറെ ഒന്നും അറിയണ്ടേ ആവശ്യമില്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത് എന്നെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മതം പറയും, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം, മറിച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, നീ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കേണ്ടി വരുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ കൂട്ടിക്കൊണ്ടുവരുന്നവനെ അറിഞ്ഞാൽ മാത്രം മതി. യു ജസ്റ്റ് ഹാവ് ടു റെക്കഗ്നൈസ് ഹൂ ഈസ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൈ കയറി പിടിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ കൂടെ പോകുവാൻ പറ്റും. കാരണം നമുക്കറിയാം, എഫിഷ്യൻസി 2-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ രക്ഷ എന്ന് പറയുന്ന ഒരു ദാനമാണ്, ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ഒന്ന് പെട്ടെന്ന് വായിച്ച്. വളരെയധികം വചനങ്ങൾ കേൾക്കാനുണ്ട്. പെട്ടെന്ന് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ അപ്പം മനസ്സിലാക്കണം, മതം എന്ന് പറയുന്നത് ഈ രക്ഷയുടെ ആ പ്രവൃത്തി നമ്മളുടെ തലയിലാണ് ഇട്ടിരിക്കുന്നത്. അതേസമയത്ത് യേശു ക്രിസ്തു പറയുന്നത് രക്ഷ ദാനമാണെന്നുള്ളത്. ഇതാണ് വ്യത്യാസം. മതം പറയുന്നത് നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യരുത്, മറിച്ച് ചെയ്യരുത്. പക്ഷെ യേശു ക്രിസ്തു പറയുന്നത് രക്ഷ ദാനമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഹലോ, വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം. യേശു ക്രിസ്തുവിന് അറിയാം ഈ മതം എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുകയാണ്, വാ, കം ടു മീ ഓൾ യു ഹു ലേബർ ആൻഡ് ആർ ഹെവിലി ലേഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ വിശ്രമം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശ്രമം നമുക്കറിയാം. ഹെബ്രായരുടെ ലേഖനത്തെ വിശ്രമത്തെക്കുറിച്ച് പറയുന്നത് കാനാൻ ദേശം, ദൈവം വാഗ്ദാനം ചെയ്ത് വിശ്രമം ദേശം കാനാൻ ദേശമാണ്. നമ്മളുടെ എവിടെയാണ്? കാനാനാണോ? അവിടെ പോയ ഭയങ്കര ഇപ്പം ഭയങ്കര അടി നടക്കും അവിടെയല്ല. നമ്മളുടെ കാനാൻ ദേശം എവിടെയാണ്? സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് വായിച്ചേ, മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നുകം എന്ന് പറയുന്നത് എൻ്റെ ലോർഡ്ഷിപ്പ്, എൻ്റെ കർത്തൃത്വം ഇസ് ലൈറ്റ്. നമ്മളത് ദൈവത്തിൻ്റെ ആ യേശുവിനെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മതി.
Jesus, the living word. 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 He's the King